GSTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. Goods and Service Tax (GST) is a comprehensive tax system designed to simplify and streamline the taxation of goods and services. It replaces multiple indirect taxes that were previously levied by central and state governments, such as VAT, excise duty, and service tax, implemented on 1st July 2017. അപ്പോൾ GST ഇംപ്ലിമെൻറ്റ് ചെയ്തത് 1st July 2017 നമ്മളെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ടാക്സ് സിസ്റ്റം നമുക്ക് വാറ്റ് ആയിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ്. അപ്പോൾ 2017 മുന്നേ നമ്മുടെ സ്റ്റേറ്റിൽ സെയിം, അതായത് ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് പല സംസ്ഥാനങ്ങളും പല റേറ്റുകളായിരുന്നു. അവർ അടച്ചുകൊണ്ടിരുന്ന വെബ്സൈറ്റ് ആണെങ്കിലും ഓരോ സ്റ്റേറ്റിനും പല രീതിയിലുള്ള വെബ്സൈറ്റുകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഈ പല ടാക്സുകളും പല വെബ്സൈറ്റിൽ അടയ്ക്കുന്നത് കൊണ്ട് തന്നെ പലതും വിട്ടുപോകാൻ ചാൻസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്തപ്പോൾ ഒരു 10-20 വർഷത്തെ ഓഡിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ വലിയൊരു ടാക്സ് ലോസ് ആണ് ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ 2017 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രകാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ നിലവാരമുള്ള എല്ലാ പ്രൊഡക്റ്റിനും സർവീസിനും ഒറ്റ റേറ്റ് ഓഫ് ടാക്സ്, അതായത് സംസ്ഥാനങ്ങൾക്കൊന്നും വ്യത്യസ്തമായ രീതിയിലല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്ക് പോയാലും ആ ഒരു പ്രൊഡക്റ്റിന് സെയിം ടാക്സ് ആയിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ടാക്സ് ലാബൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ 1 നേഷൻ 1 ടാക്സ് എന്ന ഒരു സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മറ്റ് വെബ്സൈറ്റിൽ പോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാത്തിനും സെയിം, എല്ലാ സംസ്ഥാനങ്ങൾക്കും സെയിം ഒറ്റ പോർട്ടൽ തന്നെ കൊടുത്ത്, GST പോർട്ടൽ കൊടുത്തു. അപ്പോൾ അതിൽ വന്ന് നമുക്ക് ഈ ഒരു ടാക്സ് നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും. പിന്നെ GST വന്നപ്പോൾ നമുക്ക് അറിയാം എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ അഡീഷണൽ വരുന്ന എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ടാക്സ് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ടാക്സസ് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സർവീസ് ടാക്സിനൊക്കെ ഒരു പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. തുടക്കത്തിൽ പല വിമർശനങ്ങൾക്കും ഈ ഒരു GST വന്നെങ്കിലും പിന്നീട് എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വരുമാനം വർദ്ധിക്കുകയാണ് GST വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്.